പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. കാഞ്ഞിരപ്പുഴ കരുവാൻ തൊടിയിലുള്ള മുഹമ്മദ് ഷാനിബാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത്. അതിനിടെ സംഭവത്തിൽ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ കേരള പോലീസ് ശേഖരിച്ചു. മണ്ണാർക്കാട് ഡിവൈഎസ്പി സന്തോഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാഭാവിക നടപടികളുടെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചത്. തീവ്രവാദ റിക്രൂട്ട്മെന്റിലൂടെ ഷാനിബ് കശ്മീരിൽ എത്തിയതാണോ എന്ന സംശയമുണ്ട്. ഇതിലേക്കും അന്വേഷണം നീളും. ബംഗളൂരുവിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഷാനിബ്. ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ മൃതദേഹത്തിന് 10 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിച്ചു. ഷാനിബിന്റെ മരണവും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കറുവാൻ തൊടി അബ്ദുൾ സമദ് ഹസീന ദമ്പതികളുടെ മകനാണ് ഷാനിബ്. വിദേശത്തുള്ള പിതാവും സഹോദരൻ ഷിഹാബും ബുധനാഴ്ച വൈകിട്ടോടെ നാട്ടിലെത്തി. മരിച്ചത് ഷാനിബ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ബന്ധുക്കളോട് തന്മാർഗ് സ്റ്റേഷനിൽ എത്തിച്ചേരാനാണ് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി തലത്തിൽ ബന്ധുക്കളെ കശ്മീരിലെത്തിക്കാനുള്ള ഏർപ്പാടുകളും